എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറെന്താണ്? നിങ്ങളെ സേഫ്റ്റി ആണോ അതോ വണ്ടിയുടെ മൈലേജ് ആണോ? അത് രണ്ടും ഒതുങ്ങിയ രണ്ടും കൂടെ ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് തന്നാലോ? ഒരു അടിപൊളി ഒരു കിടുക്കാച്ചി വണ്ടിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി 5 സ്റ്റാർ റേറ്റിംഗിലെ ഒരു അടിപൊളി XUV 300 W6 എന്ന് അറിയുന്ന മോഡലായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളെ ചാനൽ, നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താൻ പോണ മാതിരിയാവുമല്ലോ. അപ്പോൾ വരുന്നതാണ് നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല വീഡിയോസായിട്ട്, നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഒക്കെ ആയിട്ടും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, കൂടുതൽ വലിച്ചു കിട്ടണ്ട അല്ലേ. അതെ, 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള W6 എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന XUV 300 ആണ് കേട്ടോ. അത് ബ്ലാക്ക് കളറ്, നല്ല മുഞ്ച്. ഒരു ബ്ലാക്ക് കളർ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറെ തന്നെ ഒരു പവറാണ്. അത് ഏത് വണ്ടി ആയിക്കോട്ടെ ബ്ലാക്കിൽ കാണുമ്പോൾ അതിൻ്റേതായിട്ടില്ലേ. അതൊരു XUV ടൈപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ ചെറിയൊരു ആനക്കുട്ടി തന്നെയാണ്. ഇതൊരു ചെറിയൊരു ആനക്കുട്ടി തന്നെയാണ്. പിന്നെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. ഇത് ഗ്രില്ല് വരുന്നത് സിൽവർ ആണെങ്കിൽ പോലും ഇതൊരു സ്റ്റിക്കറൊക്കെ ചെയ്ത് കണ്ട് ഒന്നുകൂടെ ഒരു എന്താ പറയുക, ഒരു ഗാംഭീര ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇതിൻ്റെ ആദ്യത്തെ ആൾ എന്ത് ചെയ്തിരിക്കണം, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഇത് എന്താ സിൽവർ ക്രോം ഫിനിഷിലാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് ഈ ഡോട്ട് പോലെ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ നോക്കിയാൽ കാണാം. ഇതിങ്ങനെ കാട്ടുമ്പോൾ തന്നെ നോക്കിയാൽ കാണാം. ഇത് ക്രോം ഫിനിഷിലാണ് വരുന്നത്. അത് ഇതുപോലെ ഇതും ക്രോം ഫിനിഷിലാണ് വരുന്നത്. ജസ്റ്റ് അങ്ങനെ ആക്കിയെന്നുള്ളൂ. അതൊന്നും പാടെ ഒരു മാസ് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് തോന്നുന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭീകര ലുക്ക് തന്നെ ഉണ്ടാകും. അത്യാവശ്യം ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിലേറെ. ഒന്നാമത് നമ്മൾ ഈ ലൊക്കേഷന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതങ്ങനെ ഞങ്ങളെ കരുവാരകുണ്ട് എന്ന് അറിയുന്ന നാട്ടിൽ ഒരു എടുത്ത് പറയേണ്ട ഒരു അത്യാവശ്യം നല്ല ഭംഗിയില്ലേ, വെയിൽ ഒഴിച്ച് കണ്ട് ബാക്കി എല്ലാം കൊണ്ട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു XUV ടൈപ്പ് വണ്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടില്ലേ പരിസരങ്ങളിലൊക്കെ വെച്ചിങ്ങാണ്ടൊരു വീഡിയോ എടുക്കണം എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളിലായിട്ട് കൂടുതൽ വലിച്ചിട്ടുള്ള ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70% 4 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ മൈനർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഷോറൂം സർവീസ് ഹിസ്റ്ററിയിലെ നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെ കേട്ടോ. ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോറ് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഡോർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേ കേട്ടോ. കണ്ടോ, നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു വണ്ടി റീപ്ലേസ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതിന് റീപ്ലേസോ കാര്യങ്ങളോ ഉണ്ടോ എന്നില്ലെന്ന്. പിന്നെ ഈ വണ്ടിയുടെ വൃത്തി കണ്ടാൽ തന്നെ ആ ആൾ എത്രത്തോളം നീറ്റായിട്ട് ഈ വണ്ടി ഉപയോഗിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഡോറ് ഇതാ. പിന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലുള്ളത് ഞാൻ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇതിന് വരുന്നത് പിന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതാ XUV 300 എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് നമ്മളെ ക്രോം ഫിനിഷിലുള്ളത് ഇതും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. സത്യം പറയാലോ, ഇത് ബ്ലാക്ക് ആക്കിയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു ബട്ടൺ വരും, അത് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്കി സ്പേസ് കുറച്ച് കുറവില്ല പോലെ തോന്നി. കാരണം ഒരു XUV എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ചുകൂടെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ അത് കുറച്ച് കുറവുള്ള മാതിരി തോന്നിയിട്ട് നമ്മൾ പറയേണ്ടത് എടുത്ത് പറയുവാണല്ലോ. ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഡിക്കി സ്പേസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പോകണ്ടല്ലോ, മടങ്ങി പോകണ്ടല്ലോ. അപ്പോൾ അതും കൂടെ പറയാം. പിന്നെ ഒരു ചെറിയൊരു ഫാമിലിക്കുള്ള വണ്ടിയാണല്ലോ അപ്പോൾ ഒരു 5 സീറ്റർ വാഹനം, ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിക്കിയും കാര്യങ്ങളും ഉണ്ടേനു കേട്ടോ. ഒരു XUV എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ഡിക്കി സ്പേസ് ആവായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ ഒരു 60-40 എന്ന് പറയുന്ന പോലെ സീറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് ഇനി കടത്തുകയാണെന്നുണ്ടെങ്കിൽ 60-40 എന്ന് വരുന്ന രീതിയിൽ ഇതാ
ഇങ്ങനെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതാ അപ്പോൾ പുറകു വശം കൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പുറകു വശത്ത് ഇനി ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ചൊറുക്കിൽ ഉള്ള ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ബോറാക്കാത്ത രീതിയിൽ മഹേന്ദ്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഡീസൽ ടാങ്ക് ഇതാ വരുന്നത് ഡീസലും കൂടെയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 20 km/ലിറ്ററിൽ മൈലേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സേഫ്റ്റിക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ സേഫ്റ്റി അടിപൊളി സേഫ്റ്റിയും തരുന്നുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഇല്ലേ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. 5 സ്റ്റാർ റേറ്റിംഗിലെ വാഹനങ്ങളിലെ ഒന്നാണ് നമ്മളെ XUV കേട്ടോ. അത് നിങ്ങൾക്ക് നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ഏത് ബ്രാൻഡാന്ന് ഞാൻ ആരെയും ഒന്ന് കളിയാക്കിയിട്ടോ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കുറച്ചോ പറയുന്നില്ല. അതിൻ്റെ ഓരോരോ ബ്രാൻഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി. അതെ അതെ അതെ, സാധനം ഇങ്ങോട്ട് വന്നില്ല, ഓൻ ബാക്കിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് കഴിച്ചില്ലായി. അപ്പോൾ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മാരുതി സ്വിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സേഫ്റ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒത്തു തരുന്ന ഒരു വണ്ടി, വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയുന്ന പോലെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഒരു 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ഇതിൻ്റെ ഏകദേശം എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. ടോപ്പ് വേരിയൻറ്റിൽ 16 ലക്ഷം വരെയാണ് വരുന്നത്. ഈ മോഡലിന് ഏകദേശം ഒരു 13 ലക്ഷം രൂപ ലെവലിലൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈ ഡോർ അടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മൈക്ക എടുത്തേക്ക് പിടിക്കാൻ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഈ ഡോറിൻ്റെ വെയിറ്റ് കണ്ടാൽ തന്നെ ഇതാ ഈ ഡോറും പാടെ കാണിച്ചു തരാം. ഇതാ ഈ ഡോറ് നമുക്ക് അടക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഈ വണ്ടിൻ്റെ ക്വാളിറ്റിയിലും ഉണ്ട്. അതുപോലെ വേറെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫ്രണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ മറന്നു പോയൊരു കാര്യമാണ്. ടോപ്പ് വേരിയൻറ്റിലാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഭംഗിയില്ല ഒരു ലൈറ്റും കൂടെ വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ചെയ്യാനും ഒക്കെ പറ്റും. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കാണാൻ വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോകാം. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. അതുപോലെ തന്നെ 6 ഗിയർ വരുന്നുണ്ട്. ഈ ഗിയർ ബോക്സ് 6 ഗിയർ ബോക്സാണ് വരുന്നത്. ജസ്റ്റ് ഇപ്പുറത്തോട്ട് വന്നതിന്. അപ്പോൾ നമ്മളിതാ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സീറ്റും കാര്യങ്ങളും ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളും ഇത് അത്യാവശ്യം കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു വണ്ടി. അതുകൊണ്ട് എനിക്കിതിൻ്റെ യാത്രാ കംഫേർട്ട് എനിക്കൊന്ന് നിങ്ങൾക്ക് എടുത്ത് പറയാൻ കഴിയും. ഒന്നാമത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ ഇറുക്കി പിടിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുമല്ലേ, അതേപോലെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇറുക്കി പിടിക്കണം. നമുക്കൊരു നല്ല സുഖത്തിലിരുന്ന് ഒരു ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ ഇത് ഇട്ടേക്കണേ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പോൾ ഈ ബാക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കിടത്തിയാണ്ടാണ് ഞാൻ എൻ്റെ സീറ്റിംഗ് പൊസിഷനാണിത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ അല്ല, ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളുണ്ട്. ആ കോ ഡ്രൈവർ സീറ്റിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റാണ്. ഇപ്പോൾ ഇതാ ഇരുന്ന് ഓട്ടുമ്പോൾ നമുക്കൊരു സോഫയിൽ നല്ലൊരു കുഷനൊക്കെ ഉള്ളൊരു സോഫയിൽ നമ്മൾ പെരിയിൽ ഇരിക്കണ മാതിരി ഇരുന്ന് ഓട്ടാൻ പറ്റി. അങ്ങനെ പറഞ്ഞ് പോവാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവനെയാണ്. ഒന്നും ഇങ്ങോട്ട് ഉള്ളിക്കണ് വന്നാൽ ഈ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. സൺറൂഫ് വരുന്ന, അതുപോലെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. എന്നാൽ മൈലേജിൻ്റെ കാര്യത്തിലോ അതും ഇപ്പം പുലിയാണ്. എല്ലാം കൊണ്ടും നമ്മൾ പൈസ കൊടുക്കുന്നതിനൊരു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്. പിന്നെ കുറഞ്ഞ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ കമ്പനീൻ്റെ ഒരു മോശം ആയി തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഡിക്കിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഇപ്പം ഒന്നും എനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ തോന്നുന്നില്ല വേറൊന്നും. പിന്നെ ഫോഗ് ലാമ്പും കൂടെ ഇതിലൊക്കെ ഉൾപ്പെടുത്തായിരുന്നു. കാരണം സൺറൂഫ് കൊടുത്ത അവർക്ക് ഒരു ഫോഗ് ലാമ്പും പാടെ കൊടുക്കായിരുന്നു. ഇതിപ്പോൾ ആന പഠിച്ചിട്ട് തോട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ആ ഫോഗ് ലാമ്പ് പാടെ ഉണ്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റോക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പാട് ഉഷാറായിരുന്നു. പിന്നെ ബേസിക് ആയിട്ടുള്ള എടുത്ത് പറയേണ്ടാത്ത ഒരു കാര്യമാണ് എയർ ബാഗ്, ABS. അത് ബേസിക് സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്ന പോലെ അത് നിർബന്ധമാണ് നമ്മളെ രാജ്യത്ത്. അതുപോലെ സീറ്റ് ഇനി അടുത്തിരിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണട ഇടാനും
അപ്പോൾ നമ്മളെ പോലെ കാഴ്ചയില്ലാത്തവർക്ക് കണ്ണട ഒക്കെ എടുത്തേക്കാനും കൂളിംഗ് ഗ്ലാസ് എടുത്തേക്കാനും ഒക്കെ. പിന്നെ അതാ ഡോറിൽ ലൈറ്റ്, ഡോറിൽ തുറക്കുമ്പോൾ ലൈറ്റ് കത്തുക കാര്യങ്ങൾ, ആ സെറ്റപ്പ് നോർമലായിട്ട് ഒരു കാറിൽ വരുന്ന പോലെ തന്നെ. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സാധാരണ എല്ലാത്തിനും ഇവിടെ മാത്രമേ വരാറുള്ളൂ, ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മളെ ഡ്രൈവർക്കും ഇതിപ്പോൾ മറ്റേത് ലിപ്സ്റ്റിക്ക് ഇടാൻ മാത്രമേ ഉള്ളൂ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വാരാനും താടി വെക്കാനും ഒന്ന് മീശൊക്കെ ഒന്ന് പിരിച്ചിങ്ങാണ്ട് ഒന്ന് ഇറങ്ങി പോകാനൊക്കെ പറ്റുന്ന ഒരു കണ്ണാടി ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇത് കാണിച്ചു തന്നപ്പോൾ ഇതെന്താണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഈ സംഭവം എന്ന് പറയുന്നത് മൈക്കാണ്, നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും, അതിനുള്ള മൈക്കാണ്. പിന്നെ കമ്പനി സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ബട്ടനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എ സിൻ്റെ കൺട്രോൾ കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ. എ സിയൊക്കെ നല്ല തണുപ്പുണ്ട്. അതുപോലെ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഫുള്ള് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഡീസൽ വാഹനങ്ങളാകുമ്പോൾ അത്യാവശ്യം കിലോമീറ്റർ ഓടും. പിന്നെ ഇത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് കാര്യമല്ലേനു കേട്ടോ. പിന്നെ ഈ ഡീസൽ വാഹനങ്ങൾ ഓടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇനി ബാക്ക് ഭാഗത്തോട്ട് പോകാം അല്ലേ. ഇനി കൂടുതൽ ഇങ്ങനെ ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ ഇനി വേറൊരു കാര്യം പറയാം. ഒരു കുറവും പാടം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറവും പാടം ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ ഇറങ്ങാൻ നേരത്താണ് ചോർമ്മ വന്നത്. ഇതാ ഈ ഒരു പ്രശ്നം. ഇത് ഫോൺ വെക്കാനാണ് ലെവൽ ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പോൾ ഫോൺ വെക്കാനാകുമ്പോൾ ഇത് കൊള്ളുന്ന രീതിയിൽ കുറച്ചുകൂടെ രീതിയിൽ ഉണ്ടാക്കായിരുന്നു. എന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേണ്ടി വരും. ഇങ്ങനെ വെക്കാനാണോ ഇനിയിപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെ വെക്കാനാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഫോൺ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കൊള്ളൂല. നല്ല 13 Pro Max ഒക്കെയാണ്, Pro Max സീരീസിലൊക്കെ വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊള്ളൂല. അതൊരു കുറവാണ് കേട്ടോ. ഇത് ഇനി എന്താ മഹേന്ദ്രൻ്റെ ഓണർ കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് അടുത്ത പരിപാടിയിൽ ഇതൊന്ന് ഉഷാറാക്കിക്കൊണ്ടി. ഇനി ഇതാ ബാക്കിലേക്ക് വരാം, കാര്യം പാടെ ചെയ്യാണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ എത്രത്തോളം, ഇത് ഏറ്റവും പുറകിലോട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സീറ്റ് ഇട്ടു, ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ ഏറ്റവും പുറകിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഇനി പോവാനില്ല കേട്ടോ, പോവാനില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 ആണ്. അത് ഏറ്റവും ഈ വണ്ടീൻ്റെ ഏറ്റവും പുറകിലോട്ടിട്ട് ഈ ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു എന്താ ഡ്രൈവിംഗ് പൊസിഷന് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ, ഞാൻ ഏകദേശം ഈ ഒരു പൊസിഷനാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കടത്തി വെച്ചിട്ടുണ്ട്. ഇതിലേറെ കടത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഇരുന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഫീൽ ചെയ്തത് ഇതിലേറെ കടത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചാണ് തെകില അതാ ഇങ്ങനെ ഇത്ര ഇനിയും ലെങ്ത് ഉണ്ട്. 5.5 ആണ് ഇതിൻ്റെ ഹൈറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ എന്താ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഒരു 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കുക. അതാ ഇവിടെ ഒരാളിരിക്കുക, ഇവിടെ രണ്ടാമത്തെ ആൾക്ക് ഇവിടെ സുഖമായിട്ടിരിക്കുക, മൂന്നാമത്തെ ആൾക്ക് സുഖമായിട്ടിരിക്കുക. 5 ആൾക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനം തന്നെയാണ്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ 3 ആൾക്ക് സുഖമായിട്ടിരിക്കാം. ഇനി പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പുതിയതിന് 13 ലക്ഷം രൂപയോളം വില വരുന്ന ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് എത്രയാണെന്ന് അറിയാം? വെറും 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയതിന് ഏകദേശം 13 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. ഏറ്റവും ബേസ് മോഡലിന് 13 മുതൽ 16 വരെ വരുന്ന വാഹനങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലോ കിങ് ആണ്, സേഫ്റ്റിയുടെ കാര്യത്തിലോ കിങ് ആണ്. അതുപോലെ ബാക്കിയുള്ള ഇപ്പോൾ നമ്മളെ യാത്രാ കംഫേർട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ അതിലും ഉഷാറാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്കില്ല മുതൽ, അങ്ങനെ പച്ച മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്കില്ല മുതൽ ഇവനുണ്ട്. ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമുണ്ട്.
എനിക്ക് ഞാൻ കുറച്ച് ലോങ് ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇത് ഓടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയാണ്. സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. വെറും 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. ഇതിലെന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ അത് കവറൊക്കെ ചെയ്തുകൊണ്ട് ഉഷാറാക്കിങ്ങാണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത കോൺടാക്ട് നമ്പറിലോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറയുകയും ചെയ്യാം. 8590908690 85 90 90 86 90 ഈ സ്ക്രീനിലും കൊടുക്കാൻ ശ്രമിക്കാട്ടോ, വീഡിയോയിലും കൊടുക്കാൻ ശ്രമിക്കാട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ടും നല്ല നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. ഫോളോ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടി നമ്മളെ ഗ്യാരേജ് 71 എന്ന് പറഞ്ഞ ഫാമിലിയിൽ അംഗമാവുക. എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനും മടിക്കരുത്. നേരിട്ട് കാണുന്നവർ നേരിട്ടും അല്ലാത്തവർ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും വരുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, വേഗം വന്ന് കൊണ്ടേക്കുള്ള ഒരു അടിപൊളി മുതലാണ്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.